മധ്യ കേരളത്തിലെ ഒരു പ്രധാന നഗരമാണ് കോട്ടയം. അക്ഷരങ്ങളുടെ നഗരി എന്നറിയപ്പെടുന്ന ഒരു ജില്ല, അതാണ് കോട്ടയം. വെൽക്കം ടു ആൻമിയ ട്രാവൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ യാത്ര കോട്ടയം റെയിൽവേ സ്റ്റേഷനും അതിനോടനുബന്ധിച്ചുള്ള പരിസര പ്രദേശങ്ങളുമാണ്. വീഡിയോയിലേക്ക് കടക്കാമല്ലോ. കേരളത്തിൻ്റെ ഒരു പ്രധാന നഗരമാണ് കോട്ടയം. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ കോട്ടയത്തിൻ്റെ പുസ്തക പ്രസിദ്ധീകരണ മേഖലയിലെ പാരമ്പര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ നഗരം അക്ഷരനഗരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഒരു നഗരമാണ് കോട്ടയം. മലയാള മനോരമ, ദീപിക, മംഗളം മുതലായ പ്രധാന പത്രങ്ങൾ ആരംഭിച്ചതും അവയുടെ ആസ്ഥാനം കോട്ടയം നഗരത്തിലാണല്ലോ. 1924 കോട്ടയം നഗരസഭ സ്ഥാപിക്കപ്പെട്ടു. 1989 ഭാരതത്തിൽ 100% സാക്ഷരത നേടിയ ആദ്യത്തെ നഗരമായി കോട്ടയം മാറി. ഇപ്പോൾ കോട്ടയം ഒരു പുകയില വിമുക്ത നഗരം കൂടിയാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റാൻഡ് ഇവയെല്ലാം സമീപങ്ങളായി സ്ഥിതി ചെയ്യുന്നു. നഗരത്തോട് അനുബന്ധിച്ച് അടുത്തു തന്നെയാണ് ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ എൻ്റെ യാത്ര കോട്ടയത്തിൽ നിന്നും കോഴിക്കോടേക്കാണ്. ഇന്നത്തെ എൻ്റെ യാത്ര അതും റെയിൽവേ സ്റ്റേഷൻ വഴി ജനശതാബ്ദി ട്രെയിനിലാണ് ഇന്നത്തെ എൻ്റെ യാത്ര. അങ്ങനെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ കടന്നു ചെന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സമയം ഏകദേശം 5 മണി ആയിരിക്കുന്നു. എൻ്റെ ട്രെയിൻ 5:20 വരുമെന്നാണ് അനൗൺസ് ചെയ്യുന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനുള്ളിൽ കയറി എൻ്റെ ട്രെയിനിൻ്റെ കോച്ച് പൊസിഷനും ഏത് പ്ലാറ്റ്ഫോമിൽ വരുമെന്ന് ഞാൻ ഒന്ന് കൺഫർമേഷൻ ചെയ്തു. ഇപ്പോൾ ഇവയെല്ലാം ഡിജിറ്റലായി മാറിയിരിക്കുന്നു. 5 വർഷം മുമ്പ് ഞാൻ ഇതുപോലെ ഒരു സ്റ്റേഷനിലേക്ക് ഞാൻ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഡിജിറ്റൽ ബോർഡുകളൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അന്നെല്ലാം ഒരു വൈറ്റ് ബോർഡിൽ പേനയും കൊണ്ടോ പെൻസിലും കൊണ്ടോ എഴുതിയിരിക്കുന്ന ഒരു വിവരങ്ങൾ മാത്രമേ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നു. വൈകുന്നേരം ആയതുകൊണ്ടോ ആണോ എന്നറിയില്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷന് ഒരു പ്രത്യേകതയുണ്ട്. നാം പ്രധാന റോഡ് മാർഗം വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വേണം ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് നാം കടന്നു ചെല്ലുവാൻ. ഒരു വലിയ സ്റ്റെപ്പ് കുത്തനെ ഇറങ്ങി താഴോട്ടേക്ക് ചെല്ലണം. എന്നാൽ മാത്രമേ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് നാം അകത്തേക്ക് കടന്നു ചെല്ലുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെ നേരെ പ്ലാറ്റ്ഫോം 1 എൻ്റെ യാത്ര തുടർന്നു. അങ്ങുമായി കുറച്ച് പേർ കറങ്ങി നടക്കുന്നു. ചിലരാകട്ടെ കളിച്ചുകൊണ്ട് നടക്കുന്നു. എങ്ങോട്ട് പോകണം എന്നറിയാതെ ഞാനും അങ്ങോട്ട് നോക്കിയിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. എൻ്റെ സുഹൃത്ത് പറഞ്ഞു നേരെ മുന്നോട്ടേക്ക് നടന്നു. എൻ്റെ കോച്ച് പൊസിഷൻ ആണെങ്കിൽ D1 ഏറ്റവും ഫ്രണ്ടിൽ തന്നെയാണ്. അങ്ങോട്ടേക്കാണ് ഇനി എൻ്റെ യാത്ര. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ, കോഡ് നമ്പർ KTYM. ദക്ഷിണ റെയിൽവേ മേഖലയിലെ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ NSG3 കാറ്റഗറിയിലുള്ള ഒരു ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനാണിത്. തിരുവനന്തപുരത്തിനും എറണാകുളത്തിനും ഇടയിലുള്ള തിരക്കേറിയ ഒരു റെയിൽവേ പാതയും കൂടിയാണ് ഈ കോട്ടയം സ്ഥിതി ചെയ്യുന്നത്. ന്യൂഡൽഹി, മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, കോയമ്പത്തൂർ, പൂന, മംഗലാപുരം തുടങ്ങിയ രാജ്യത്തിൻ്റെ മിക്ക പ്രധാന നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന നിരവധി ദീർഘദൂര ട്രെയിനുകൾ ഈ സ്റ്റേഷനിൽ സർവീസ് നടത്തുന്നുണ്ട്. ജമ്മുതാവി തുടങ്ങിയ ഇന്ത്യയുടെ അങ്ങേയറ്റത്തെ ബന്ധിപ്പിക്കുന്ന ട്രെയിനുകളും ഈ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്ന കാര്യം വളരെ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള എളുപ്പത്തിലുള്ള പ്രവേശനം സാധ്യമാക്കുവാൻ വേണ്ടി നിരവധി തീർത്ഥാടകർ ഇവിടെ ഇറങ്ങാറുണ്ട്. ശബരിമല ക്ഷേത്രം, വാഗമൺ, കുമരകം, ഇല്ലിക്കൽ കല്ല്, ഹൈറേഞ്ച്, സെൻറ്റ് അൽഫോൺസ ശവകുടീരം, പാല തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്രക്കാർക്കുള്ള ഹൾട്ട് സ്റ്റേഷനാണ് ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. കോട്ടയത്തു നിന്നും പുറപ്പെടുന്നതും അവിടെ നിന്ന് യാത്ര അവസാനിപ്പിക്കുന്നതുമായ ട്രെയിനുകൾ ഇവിടെയുണ്ട്. നിലമ്പൂർ റോഡ് കോട്ടയം എക്സ്പ്രസ്, നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ്,
കോട്ടയം എറണാകുളം മെമു, കോട്ടയം കൊല്ലം ജംഗ്ഷൻ മെമു. ഇവയെല്ലാം ഇവിടെ നിന്ന് തന്നെ പുറപ്പെട്ട് ഇവിടെ തന്നെ യാത്ര അവസാനിപ്പിക്കുന്ന ചില ട്രെയിൻ സർവീസുകളാണ് ഇത്. കൂടാതെ തന്നെ ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നു പോകുന്ന പ്രധാന ട്രെയിനുകൾ തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ്, അതുപോലെ കൊച്ചുവേളി ലോക്മാന്യ തിലക് ഗരീബ് രഥ് എക്സ്പ്രസ്, കൊച്ചുവേളി യശ്വന്ത്പൂർ ഗരീബ് രഥ് എക്സ്പ്രസ്, അതുപോലെ തന്നെ ഞാൻ ഇന്ന് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ്, കൂടാതെ കൊച്ചുവേളി ബാംഗ്ലൂർ അസംപൂർ എക്സ്പ്രസ്. ഇവയെല്ലാം ഈ വഴിയാണ് കടന്നു പോകുന്നത്. ഈ കാണുന്നത് കോട്ടയത്തിൻ്റെ ലോക്കൽ ബസ് സ്റ്റാൻഡാണ്. ഈ റെയിൽവേ സ്റ്റേഷനോട് സമീപം തന്നെയാണ് ഈ ബസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. നിരവധി ബസ്സുകൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസായിരിക്കുന്ന വിവേക് സൂപ്പർഫാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അവയെല്ലാം ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ട്രെയിനിൽ ഒന്ന് കയറി യാത്ര ചെയ്യണം എന്ന് ഞാൻ ദീർഘനാളായി ആഗ്രഹിക്കുന്നു. ഒരിക്കലെങ്കിലും അതിലൊന്ന് നിങ്ങൾ യാത്ര ചെയ്യണം. വളരെ രസകരമായ ഒരു അനുഭവം തന്നെയാണ്. ഏകദേശം 3500 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് അത് കന്യാകുമാരി ചെന്ന് അവസാനിക്കുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും ആ ട്രെയിനിൽ കയറി ഒരു യാത്ര ചിത്രീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. അങ്ങനെ കോട്ടയത്തിൻ്റെ ബസ് സ്റ്റാൻഡും അതിൻ്റെ പരിസര പ്രദേശങ്ങളും എല്ലാം ഞാൻ നിരീക്ഷിച്ചു. നിരവധി ലഗേജുകൾ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നു. ഒരു പക്ഷേ ഞാൻ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ കയറ്റുവാനായിരിക്കാം. ട്രെയിനിൻ്റെ ശബ്ദം വളരെ രസകരമായ ഒരു ശബ്ദം തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അല്പനേരം വോയിസ് ചെയ്യാതിരുന്നത്. ട്രെയിൻ ഒരു വലിയ സംഭവം തന്നെയാണല്ലോ. ഇത് ആരുടെ തലയിലാണ് ഇത് ഉദിച്ചതെന്ന് എനിക്കറിയില്ല. എന്നാലും ഇതൊരു സംഭവം തന്നെയാണ്. അങ്ങനെ ഞാൻ കയറേണ്ട ട്രെയിൻ ഏകദേശം സ്റ്റേഷനോട് അടുക്കാറായ കമൻറ്റ്സ് ഞാൻ കേൾക്കാനായി. ഒരു 3-4 മിനിറ്റിന് ശേഷം ഞാൻ യാത്ര ചെയ്യേണ്ട ട്രെയിൻ കടന്നു വരുന്നു. ഇതാണ് കണ്ണൂർ ജനശതാബ്ദി. ഈ ട്രെയിനിലാണ് ഇന്നത്തെ എൻ്റെ കോഴിക്കോടേക്കുള്ള യാത്ര. ഈ ട്രെയിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പുതിയ കോച്ചാണിത്. പഴയ കോച്ചിൽ ഞാൻ നിരവധി തവണ യാത്ര ചെയ്തിട്ടുണ്ട്. ഇത് പുതിയ കോച്ചായതുകൊണ്ട് തന്നെ സീറ്റ് എല്ലാം നല്ല വൃത്തിയുണ്ട്. ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഈ ട്രെയിനിൽ ഇല്ല എന്നുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ എൻ്റെ സീറ്റ് നമ്പറിലേക്ക് ഞാൻ കടന്നു വന്നു. എൻ്റെ സീറ്റിലിരുന്നു. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം നാം സ്ഥിരം കാണുന്ന കാഴ്ചയാണല്ലോ. ഒന്നും നോക്കിയില്ല, ഞാനും ഒരു ചായ വാങ്ങി. നോർത്ത് ഇന്ത്യക്കാരാണ് ഈ ട്രെയിനിൽ ഇങ്ങനെയുള്ള സർവീസുകളെല്ലാം നടത്താറുള്ളത്. അങ്ങനെ അദ്ദേഹം ചായ തന്നു തിരികെ പോയി. എൻ്റെ സഹയാത്രികൻ്റെ പേര് ഞാൻ പറയാൻ മറന്നുപോയല്ലോ, സനീഷ്. എൻ്റെ ഒട്ടുമിക്ക യാത്രകളിലും ഇദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടാകും. അദ്ദേഹം ഒരു മീറ്റിംഗ് കഴിഞ്ഞ് തിരികെ വരുന്ന വഴിയാണ്. നല്ല വൃത്തിയിൽ പരിപാലിക്കുന്ന ഒരു ട്രെയിൻ തന്നെയാണ് ഇത്. ഒട്ടുമിക്ക ട്രെയിനുകളും പോയി കഴിഞ്ഞാൽ പഴയ കാലത്തെ അനുഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ.
എന്നാൽ അവയെല്ലാം ഇന്ന് മാറിയിരിക്കുന്നു. ഇന്ന് ഓരോ വർക്ക് ചെയ്യാനും അതിൻ്റേതായ ആളുകളെ നിയമിച്ചിരിക്കുന്നു. അങ്ങനെ എൻ്റെ യാത്ര മുന്നോട്ട് പോയി. ട്രെയിൻ വേഗത കൂട്ടി വരുന്നു. അങ്ങനെ കോട്ടയത്തോട് ബൈ പറഞ്ഞ് എൻ്റെ യാത്ര കോഴിക്കോടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. വൈകുന്നേരമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തെളിഞ്ഞ കാലാവസ്ഥ ഉണ്ട് എങ്കിലും ചില ഭാഗങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. ഏകദേശം 10:15 10:30 കോഴിക്കോടേക്ക് എത്തുന്നത്. എൻ്റെ കൂടെ ഇരുന്ന സഹയാത്രികളെല്ലാം അങ്ങും ഇങ്ങുമായി ഇറങ്ങി നടക്കുന്നുള്ളിലൂടെ. ചിലരാകട്ടെ സ്റ്റേഷൻ അടുക്കുന്നത് കൊണ്ട് തന്നെ ഡോറിന് സമീപമായി എത്തി സ്ഥലം പിടിച്ചിരിക്കുന്നു. വളരെ കൗതുകരമായി കണ്ട ഒരു കാഴ്ചയാണ്. 500 രൂപ ബെറ്റ് വെച്ചുകൊണ്ട് മത്സരിക്കുന്ന ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. കൂടെ നിന്ന് സഹയാത്രികരെല്ലാം ഒന്ന് പയറ്റി നോക്കി 500 രൂപയ്ക്ക് വേണ്ടി. ഏത് ശ്രമപ്പെട്ടിട്ടും ഒന്നും നടക്കുന്നില്ല. ചിലർ നിരാശയോടെ ഇരിക്കുന്നു. അങ്ങനെ 10:40 ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനോട് ഏകദേശം അടുത്തു. അങ്ങനെ യാത്ര അവസാനിപ്പിച്ചു. ഞാൻ ഇറങ്ങി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.